അൻസിബയുടെ ആ വ്യൂ പോയിന്റ് കറക്റ്റാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരാളെന്ന ആ ഒരു റെസ്പെക്റ്റോടെയാണ് ഞാൻ അൻസിബയോട് സംസാരിക്കുന്നതും. അൻസിബ, പൊതുവേ ഒരു സിനിമയിലേക്ക് വന്നതിന് ശേഷം ആ സിനിമയ്ക്ക് ഒരു തുടർച്ചയുണ്ടാവുക എന്നത് ഈ കലയെ ഇഷ്ടപ്പെട്ട് അതൊരു പാഷനായി, മറ്റു ജോലികൾ ചെയ്യാൻ അറിയാമെങ്കിലും അഭിനയിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു കഴിവ് അൻസിബയ്ക്കുണ്ട്. അതൊരു ഗോഡ് ഗിവൺ ടാലന്റ് ആണ്. ആ ഒരു ടാലന്റ് ഉള്ള ആളെന്ന നിലയിൽ ദൃശ്യത്തിന് ശേഷം ഒരു തുടർച്ച കിട്ടാതെ വന്നത് അൻസിബയെ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടോ? അതുണ്ടാവുമല്ലോ. ആ സമയത്ത് അത്രയും വർഷം, ഒരു 9 വർഷം മുന്നേ അല്ലേ ദൃശ്യം 1 വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ സിനിമകളൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആദ്യം സിനിമയിൽ വരുന്നത്. ആദ്യത്തെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പടം ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ കുറേ പടം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരും എന്നൊക്കെ. പക്ഷെ അങ്ങനെ ബാക്ക് ടു ബാക്ക് വരുമൊന്നുമില്ല. അത് പിന്നീടാണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാനത് റിയലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഒരു ലക്ക് ഫാക്ടറും കൂടെ വേണം. എപ്പോഴും സിനിമ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയില്ല, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തൊക്കെ ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലക്ക് ഫാക്ടറും കൂടെ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള സിനിമകൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലക്ക് മാത്രമല്ല അൻസിബ, മറ്റ് ഘടകങ്ങളും ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടല്ലോ. ആ രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങളെ ചെറുക്കേണ്ടതായോ, അല്ലെങ്കിൽ ഇവരൊരു മീ ടു പേഴ്സൺ ആണ്, ഒരു ട്രബിൾ മേക്കർ ആണ്, ഒരു കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് അല്ല എന്നൊരു ടാഗ് വന്നാലാണ് ഒരു ഇടവേള വരിക. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. എനിക്കതേക്കുറിച്ച് വ്യക്തിപരമായി അറിയില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടാഗ് അൻസിബയ്ക്ക് ആരെങ്കിലും ചാർത്തി തന്നതാണോ ഈ അവസരങ്ങൾ വരാത്തതിന്റെ ഒരു കാരണം? അങ്ങനെയുള്ള ടാഗ് ലൈൻ എനിക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എൻ്റെ മുന്നിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്നോട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. അത് ആരാണ്, എവിടെയാണ്, എന്താണെന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ആ സ്പോട്ടിൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. അത് പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അതുപോലെ പ്രതികരിക്കാൻ പറ്റിക്കോളണം എന്നില്ല. കാരണം ചില ആളുകൾക്ക് പെട്ടെന്നൊരു ട്രോമ ആയിരിക്കും, അയ്യോ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെ ഭയപ്പെടുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വന്നതിലൂടെ അങ്ങനെ ഒരു ഊർജ്ജമാണ് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അൻസിബ അങ്ങനെ തുറന്ന് സംസാരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അൻസിബയ്ക്ക് എതിർക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അങ്ങനെയുള്ള അവസ്ഥ ഒന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം എൻ്റെ ഈ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാം. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അല്ലാതെ ചില സമയത്ത് എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് മീറ്റണ്ടേ എന്ന് ചോദിച്ചിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. മീറ്റണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തിരിച്ചയച്ചൊരു റിപ്ലൈ ഉണ്ട്, ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, നിങ്ങളെന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് സ്പോട്ടിൽ എന്താണോ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ ആളെ ഏരിയയിൽ കണ്ടിട്ടില്ല. സിനിമാ മേഖലയിലെ പറയേണ്ട കാര്യങ്ങൾ ഞാനിപ്പോ ഇത് തുറന്നു പറഞ്ഞത് എന്താന്ന് വെച്ചാല് അതാണ്. സംവിധായകനാണോ? ഹലോ, സംവിധായകനല്ലേ അൻസിബ? അല്ല, ഞാൻ ഒരു പരാതിപ്പെടാനോ ഒന്നിനും പോയിട്ടില്ല. അതിപ്പോ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഞാനത് സ്പോട്ടിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ട് അതിനുശേഷം എന്റെ ഏരിയയിലേ വന്നിട്ടില്ല ഈ മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതൊരു പരാതിപ്പെടാനോ ഒന്നിനും പോയിട്ടില്ല. കാരണം ഞാൻ പറയേണ്ട മറുപടി സ്പോട്ടിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് ആള് അങ്ങനെ വന്നിട്ടുമില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല, ഇൻസിഡന്റ് എന്റെ ലൈഫിൽ പിന്നെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ സ്പോട്ടിൽ പറയേണ്ട കാര്യങ്ങൾ സ്പോട്ടിൽ പറയണം. കാരണം അതിന്റെ തെളിവുകളൊക്കെ നശിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് ഇത് പറഞ്ഞിട്ട് നമുക്കത് തെളിയിക്കാനും പറ്റാത്തൊരവസ്ഥ ഇതായിരുന്നു എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നൊരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഭയപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വാസമുള്ളവരടുത്ത് അവർ കാര്യം പറയുക, അവർ വേണം അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ. നീ ഇത് തുറന്ന് പറയും, പുറത്ത് പറയണം എന്ന് പറഞ്ഞിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അത് ഇനിയിപ്പോൾ സിനിമാ മേഖല എന്നല്ല കേട്ടോ ചേച്ചി. കാരണം ഏത് മേഖലയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. സിനിമാ മേഖല ഒരു ഗ്ലാമറസ് ഫീൽഡ് ആയതുകൊണ്ടും എല്ലാവർക്കും സിനിമയിലുള്ള ആളുകളെ തിരിച്ചറിയാവുന്നത് കൊണ്ടുമാണ്
അത് കൂടുതൽ പേരിലേക്ക് പെട്ടെന്ന് റീച്ച് ആവുന്നത്. പക്ഷേ ഇത് എല്ലാ മേഖലകളും നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല ഇങ്ങനെ ഒരു കമ്മിറ്റി വേണ്ടത്, എല്ലാ മേഖലയിലും വേണം. കാരണം ഇത് സിനിമാ മേഖലയിൽ മാത്രം ചുരുങ്ങി പോകരുത്. നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും പ്രയോറിറ്റി ഉണ്ട്. എല്ലാ ജോലിക്ക് പോകുന്ന സ്ത്രീകളും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും പല മേഖലകളിലും പല സെക്ടറിലും വർക്ക് ചെയ്യുന്ന പല സ്ത്രീകൾക്കും പറയാനുള്ളതും ഈ സെയിം തന്നെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ എല്ലാവർക്കും നീതി ലഭിക്കണം തന്നെയാണ് ഞാൻ തീർച്ചയായും നമുക്ക് തുല്യനീതി എന്നുള്ളത് നമ്മുടെ ഒരു വിശാലമായ ആഗ്രഹമാണ്. അൻസിബ, തുല്യനീതി എന്നുള്ളത് അല്ലെങ്കിൽ എല്ലാവർക്കും നീതി എന്നുള്ളത് നമ്മുടെ ഒരു വിശാലമായ ആഗ്രഹമാണ്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയി ഈ ഒരു മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കണമെന്ന് നടിയെ ആക്രമിച്ച കേസിന് ശേഷം WCC എന്ന സംഘടന ആവശ്യപ്പെട്ട് രൂപീകരിച്ച ഒരു കമ്മിറ്റിയുടെ ഒരു ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 4.5 കൊല്ലം കഴിഞ്ഞാണ് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. ആ ഉള്ളടക്കത്തിലുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതിലും പൂഴ്ത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രമുഖർ ഉൾപ്പെട്ടിരിക്കുന്നു, പ്രമുഖർ ഇങ്ങനെയുള്ള പീഡന വീരന്മാരാണ് എന്ന് പറഞ്ഞതിന് ശേഷമുള്ള പാരഗ്രാഫുകൾ കാണാനില്ല അൻസിബ. ഇവിടെ ഒരു സർക്കാർ സംവിധാനവും ഇവർക്കൊപ്പം നിൽക്കുകയാണോ? ഇരയ്ക്കൊപ്പം എന്ന് പറയുന്നതിനൊപ്പം തന്നെ വേട്ടക്കാരാ വാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണോ അൻസിബ? അല്ല, അങ്ങനെ ഒരിക്കലും സീക്രട്ടായിട്ട് സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് എന്റെ മനസാക്ഷി പറയുന്നത്. കാരണം തെളിവുകളുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിഷ് ചെയ്യണം. ആരും ഇരകളാക്കപ്പെടരുത്, സ്ത്രീ ആയാലും പുരുഷനായാലും ആരും ഇരകളാകപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് തന്നെ അന്തസ്സുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും മോശക്കാരല്ല. നമ്മളിപ്പോ കൊൽക്കത്തയിൽ എന്താ സംഭവിച്ചത്? ഒരു ഡോക്ടറാണ്, അവരെ എത്ര മൃഗീയമായിട്ടാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നത്. മമതാ ബാനർജി നമ്മുടെ PM-ന് എന്താണ് ലെറ്റർ അയച്ചത്? 15 ദിവസത്തിനകം ആക്ഷൻ എടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും അങ്ങനെ ഒരു സംവിധാനം വരെ തന്നെയാണ് വേണ്ടത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈമുകൾ നടക്കാതെ പോകും, തെളിവുകൾ നശിക്കപ്പെടാതെ പോകും. ഇപ്പൊ തെളിവുകളൊക്കെ നശിച്ചു പോയിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. നേരത്തെ തന്നെ അൻസിബ നോക്കൂ, ഇവിടെ തെളിവുകളുണ്ട്. എക്സിബിറ്റ്സായി മുന്നിലുള്ളത് വീഡിയോ ക്ലിപ്സ് ആണ്. ഇപ്പോൾ അൻസിബയോട് നമുക്കൊന്ന് മീറ്റണ്ടേ എന്ന് ചോദിച്ചില്ലേ? നമുക്കൊന്ന് മീറ്റണ്ടേ എന്ന് മാത്രമല്ല, എപ്പോഴാണ് കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നതിനായി ചില ശരീരഭാഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ, വീഡിയോ ക്ലിപ്സ്, ഓഡിയോ ക്ലിപ്സ്, ഇതെല്ലാം തെളിവുകളായി മുന്നിലുണ്ട്. സെക്ഷൽ ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഫേവർ അല്ല, ഡിമാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഡിമാൻഡ് ചെയ്ത് അതിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് പുറത്താണ്, അല്ലെങ്കിൽ അടുത്ത അവസരത്തിലേക്ക് അവരെ വിളിക്കുന്നതേ ഇല്ല, ഒഴിവാക്കി വിട്ടേക്കാൻ ഒരു പൊതു നിർദ്ദേശമായി വരുന്ന ഒരു പവർ ഗ്രൂപ്പിന്റെ കളിയെ പറ്റിയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത് അൻസിബ. അത് മാറ്റിയാലല്ലേ ഈ ഇൻഡസ്ട്രിയിൽ കഴിവുള്ളവർക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവർ പോലും അറിയാതെ ഒരു അപ്രഖ്യാപിത ഇടവേള അവർക്ക് ഉണ്ടാവുകയാണ് അൻസിബ. തെളിവുകൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രസിദ്ധീകരിക്കണം, അത് എല്ലാവരും അറിയണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതും എല്ലാവരും ഇതിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നതൊക്കെ സ്ത്രീകൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മോശക്കാരി ആക്കില്ല എന്നുള്ളൊരു സമാധാനം സ്ത്രീകൾക്കുണ്ട്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ അത് WCC ചെയ്തൊരു വലിയ ഇനിഷ്യേറ്റീവാണ്. ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യാനും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരാനും കുറച്ച് ലേറ്റായി, കുറച്ചധികം ലേറ്റായി. അപ്പൊ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും ഒരുപാട് ലേറ്റ് ആവാതെ അത് എപ്പോഴാണോ അത് പ്രസിദ്ധപ്പെടുത്തേണ്ടത് അപ്പോൾ തന്നെ അത് പബ്ലിക്കിലേക്ക് അറിയിക്കുക. അതിന് വേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെതിരെ എന്താണോ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമുക്കും മറ്റുള്ളവർക്കൊരു മാതൃക കാണിക്കാൻ പറ്റുക. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ, മാതൃകാപരമായിട്ട് നമ്മൾ ശിക്ഷ നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത് സിനിമ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ ഭാഷകളിലും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്, പല ഭാഷകളിലായി. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കും എല്ലാ ലാംഗ്വേജിലുള്ള ആളുകൾക്കും അത് വളരെയധികം ഉപകാരപ്പെടും. നോട്ട് ഓൺലി ഇൻ സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അത് എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്രദമാകും. അപ്പോൾ സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ പറയാൻ ഭയപ്പെടും. സ്ത്രീകളോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ അകത്താവും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഭയം ഇവിടെ അൻസിബ നോക്കൂ, ഈ കമ്മിറ്റിക്ക് മുന്നിൽ വന്ന് പറഞ്ഞ സ്ത്രീകളെല്ലാവരും, സ്ത്രീകളും പെൺകുട്ടികളും ഒരേപോലെ പറഞ്ഞ ഞങ്ങൾക്ക് പേടിയാണ് ഇവർക്കെതിരെ പരാതിപ്പെടാൻ, അതുകൊണ്ടാണ് പോലീസിന് മുന്നിലേക്ക് പോകാത്തത്. എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെയും ആക്രമിക്കുമെന്നുള്ള പേടിയാണ് അവർക്കുള്ളത്. പക്ഷേ ആ പേടി വേണ്ടത് ഈ പെൺകുട്ടികൾക്കല്ല, ഈ ചൂഷണത്തിന് വരുന്ന ചൂഷകന്മാരോടാണ് നമ്മൾ പറയേണ്ടത്. അന്ധഭയം ഇരിക്കട്ടുമെന്ന്. അങ്ങനെയല്ലേ അൻസിബ?
അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ഈ പറയുന്ന ആരുമല്ല ആരുടെയും കാര്യങ്ങൾ നോക്കുന്നതും ആർക്കും ചെലവിന് നൽകുന്നതും. എല്ലാവരും സ്വയം അധ്വാനിച്ച്, ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ചേച്ചി സ്വയം അധ്വാനിക്കുന്ന ഒരാളാണ്, ഇവിടെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും സ്വയം അധ്വാനിച്ച് അവരുടേതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 1947 സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് ഇന്ത്യ. ആരുടെയും സ്ലേവായിട്ട് ആരും നിൽക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ അൻസിബ, ഒരുപാട് ദൂരം മുന്നോട്ട് പോകട്ടെ. ശക്തയായ കരുത്തുള്ള ഒരു വനിതയായി മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ അൻസിബയെ അടയാളപ്പെടുത്തട്ടെ. പുതിയ പ്രോജക്റ്റിന് എല്ലാ ആശംസകളും.